കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഇന്നും രാസലഹരി പിടിച്ചെടുത്തു. 200 ഗ്രാം MDMA-യുമായി സ്ഥിരം ലഹരിക്കടത്തുകാരൻ കോവൂർ സ്വദേശി അരുൺകുമാറാണ് പോലീസ് പിടിയിലായത്. പ്രതി MDMA-യുമായി അറസ്റ്റിലാകുന്നത് 3ാം തവണയാണ്. NDPS കേസുകളിൽ ശിക്ഷ കടുപ്പിക്കാത്തതുകൊണ്ടാണോ ഇത്തരം പതിവ് ലഹരിക്കടത്തുകാർ എന്നുള്ള ടാഗിൽ ആളുകൾ എത്തുന്നത് എന്നതാണ് ചോദ്യം. കോഴിക്കോട് കോവൂർ സ്വദേശി അരുൺകുമാർ എന്ന MDMA കടത്തുകാരനെ വാടക വീടിന് സമീപത്ത് വെച്ചാണ് മെഡിക്കൽ കോളേജ് പോലീസും സിറ്റി ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടിയത്. 200 ഗ്രാം MDMA ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് MDMA കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതാണ് അരുൺകുമാറിന്റെ രീതി. നേരത്തെ 2 തവണ MDMA-യുമായി അറസ്റ്റിലായിരുന്നു. 2022 വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് 300 ഗ്രാം MDMA-യുമായി അരുണിനെ പിടികൂടിയത് എക്സൈസ്. കഴിഞ്ഞ ഏപ്രിലിൽ 12 ഗ്രാം MDMA-യുമായി ഗോവിന്ദപുരത്ത് വെച്ച് മെഡിക്കൽ കോളേജ് പോലീസും ഇയാളെ അറസ്റ്റ് ചെയ്തു. 2 കേസുകളിലുമായി 2 വർഷം ജയിലിൽ കിടന്നു. ജാമ്യത്തിലിറങ്ങിയാണ് മയക്കുമരുന്നു കടത്ത് തുടർന്നത്. കോഴിക്കോട് സിറ്റിയിൽ പുതുവർഷം തുടങ്ങിയതിന് ശേഷം 1 കിലോയോളം MDMA-യാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം മയക്കുമരുന്നുമായി വിമുക്ത ഭടനും യുവതിയുമടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.